morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഇതിന് മുമ്പിലുള്ള 2 ക്ലാസ്സുകളും കാണാത്തവര് നിർബന്ധമായിട്ടും ആ 2 ക്ലാസ്സുകളും കണ്ടിട്ടേ ഈ ക്ലാസ് കാണാവൂ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, ലെറ്റ് us go to the class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിച്ചത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ്. ഈ 4 ടൈപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Then the reflexive relation, we are considering a relation in the set A. Reflexive relation means A is related to A, or ordered pair AA belongs to R for every A belongs to A. ഒരു എലിമെന്റിന് അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. അപ്പൊ A എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടാവണം. A എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലിമെന്റിനും ഇത് ബാധകമാണ്. പിന്നെ സിമെട്രിക് എന്ന് പറഞ്ഞാൽ A റിലേറ്റഡ് ടു B implies B റിലേറ്റഡ് ടു A. എക്ക് ബിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ ബിക്ക് എയോടും റിലേഷൻ ഉണ്ടാവണം. അതായത് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ഏത് ഓർഡേഡ് പെയറും ഉണ്ടാവണം, ബി എ എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും ഉണ്ടാവണം. എ ബി നേരെ തിരിച്ചിട്ടത് ബി എയും കൂടെ ഉണ്ടാവണം. ട്രാൻസിറ്റീവ് മീൻസ് എ ഈസ് റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഈസ് റിലേറ്റഡ് ടു സി implies എ ഈസ് റിലേറ്റഡ് ടു സി. അതായത് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ബി സി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും ആറിൽ ഉണ്ടെങ്കിൽ ഏത് ഓർഡേഡ് പെയറും ഉണ്ടാവണം, എ സി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് എ ബി, പിന്നെ ബിയിൽ തുടങ്ങുന്നത് അടുത്തത് സി, ബി സി. അപ്പോ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവണം, എ സി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും ഉണ്ടാവണം. And what is meant by an equivalence relation? An equivalence relation is a relation which is reflexive, symmetric and transitive. Now let us go to some problems. See, the first problem is relation R on A is equal to set 1, 2, 3 is R is equal to set 1, 3, 3, 1, 2, 2 is dash reflexive, symmetric, transitive or equivalence. അപ്പോൾ നോക്കാം, ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ എന്തൊക്കെ വേണം? 1, 1, 2, 2, 3, 3 നിർബന്ധമായും വേണം. അതിലെ ഓരോ എലിമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. 1, 1 ഉണ്ടാവണം, 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവണം. ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ, 2, 2 മാത്രമേ ഉള്ളൂ. 1, 1 ഉം 3, 3 ഉം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ എങ്ങനെ നോക്കാം? എ ബി ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവണം, അത് നേരെ തലവെച്ചിട്ട് ബി എയും ഉണ്ടാവണം. ഇവിടെ നമുക്ക് 1, 3 ഉണ്ട്, ഇപ്പൊ 3, 1 ഉണ്ട് അല്ലെ. ഈ 2, 2 എക്സും വൈയും സെയിം ആവണം നമ്മൾ കൺസിഡർ ചെയ്യണ്ട, അത് തലവെച്ചിട്ടാലോ അങ്ങനെ വരിക. അപ്പോ 1, 3 ഉണ്ട്, അപ്പൊ അതിന്റെ നേരെ തിരിച്ചുള്ളത് ബി 3, 1 ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. എ ബി ഏതൊക്കെ എ ബി ഉണ്ടോ അതിനൊക്കെ എന്തുണ്ടാവണം, ബി ഉണ്ടാവണം. ഇവിടെ ഒറ്റ എ ബി എന്ന് പറഞ്ഞ പേരുണ്ടോ? എയും ബിയും ഡിഫറെന്റ് ആയിട്ടുള്ളത്. 1, 3 ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ തലതിരിച്ചിട്ടുള്ളത് 3, 1 ഉണ്ട്. അപ്പൊ ആ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ നോക്കണമെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഈസ് റിലേറ്റഡ് ടു സി implies എ ഈസ് റിലേറ്റഡ് ടു സി. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, എ സിയും ഉണ്ടാവണം. നമുക്ക് എ ഈസ് റിലേറ്റഡ് ടു ബി, പിന്നെ ബി ഈസ് റിലേറ്റഡ് ടു സി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം, എ ഈസ് റിലേറ്റഡ് ടു സി ആവണം. ഇവിടെ നോക്കാം, 1 ഈസ് റിലേറ്റഡ് ടു 3, 1, 3. പിന്നെ 3യിൽ തുടങ്ങുന്ന ഏതാ നോക്കാം. പിന്നെ 3യിൽ തുടങ്ങുന്ന ഏതാണ്? 3, 1. 1 ഈസ് റിലേറ്റഡ് 1, 3 ഉണ്ട്, പിന്നെ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3, 1 ഉണ്ട്. അപ്പൊ എന്തുണ്ടാവണം, 1, 1 ഉണ്ടാവണം. 1, 1 ഉണ്ടോ? 1, 3 ഉം 3, 1 ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം, 1, 1 ഉണ്ടാവണം. ഇവിടെ ആദ്യത്തേതും ഇവിടെ അവസാനത്തേതും. അപ്പോ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം, എ സി ഉണ്ടാവണം. അപ്പൊ ഇവിടെ 1, 3, 3, 1 ഉണ്ട്, പക്ഷെ ഏതില്ല, 1, 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല, ഇക്വലൻസ് അല്ല. കാരണം ഇക്വലൻസ് ആവണമെങ്കിൽ എന്താവണം, അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് മൂന്നുമാണെങ്കിൽ നമ്മൾ എന്താവുള്ളൂ, ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. സോ ദിസ് റിലേഷൻ ആർ ഈസ് സിമെട്രിക്. So this relation R is symmetric. You are required to find out R inverse. എങ്ങനെ R inverse കാണാം? R inverse കാണുന്നത് ഡയറക്റ്റ് നേരെ ഓരോന്നും ഓരോ പേര് നേരെ തലതിരിച്ച് എഴുതിയാൽ പോരെ. 1, 3 അത് നേരെ തിരിച്ചെഴുതാം. 1, 3 എന്നുള്ളത് എന്ത് എഴുതാം, 3, 1 എഴുതാം. 3, 1 അത് നേരെ തലതിരിച്ച് എഴുതാം. 1, 3 എഴുതാം. 2, 2 അത് തിരിച്ചെഴുതിയാൽ എന്തിനാണ്, 2, 2.
inverse is called the inverse relation of R. R inverse എന്ന് പറഞ്ഞാൽ എന്താണ്? R ന്റെ inverse relation ആണ്. ഓരോന്നും തലതിരിച്ചേക്കുക. 1 3 എന്നുള്ളത് 3 1 ആക്കുക, 3 1 ഉള്ളത് ഉണ്ടാക്കുക, 1 3 ആക്കുക, 2 2 എന്ന് പറഞ്ഞാൽ എന്താക്കുക? അത് തലതിരിച്ചു കഴിഞ്ഞാലും 2 2 തന്നെയാണ്. See, here we can say that R inverse is equal to R. ഇവിടെ R inverse എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? R തന്നെയാണ്. നമുക്ക് ഇതിൽ 3 1, ഇവിടെ 3 1 ഉണ്ട്, 1 3, ഇതിലും 1 3 ഉണ്ട്, 2 2, then 2 3 ഉണ്ട്. So R inverse is equal to R. അപ്പൊ R inverse R ഈക്വൽ ആണ്. കാരണം എന്താണ്? സിമെട്രിക് ആയതുകൊണ്ടാണ് അല്ലെ? ഇവിടെ R inverse R ഈക്വൽ ആയത് എന്തുകൊണ്ടാണ്? സിമെട്രിക് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിലൊരു റിലേഷൻ, ഇതിലൊരു പ്രോപ്പർട്ടി കിട്ടും സിമെട്രിക് റിലേഷന്റെ. A relation R is symmetric if and only if R is equal to R inverse. You just note this point. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ R സിമെട്രിക് ആവണമെങ്കിൽ ആറും R ഇൻവേഴ്സും എന്താവണം? ഈക്വൽ ആവണം. അല്ലെങ്കിൽ ആറും R ഇൻവേഴ്സും ഈക്വൽ ആണെങ്കിൽ R എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ആറും R ഇൻവേഴ്സും ഈക്വൽ ആണെങ്കിൽ R എന്ന് പറഞ്ഞ റിലേഷൻ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. അഥവാ R എന്ന് പറഞ്ഞ റിലേഷൻ സിമെട്രിക് ആണെങ്കിൽ ആറും R ഇൻവേഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതുപോലെ വേറൊരു റിലേഷനും വേറൊരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പറയാം. എന്താണ്? If R is an equivalence relation, if R is an equivalence relation, then R inverse is also an equivalence relation. R ഒരു equivalence relation ആണെങ്കിൽ എന്താ equivalence relation എന്നാൽ reflexive, symmetric and transitive. അപ്പൊ R ഒരു equivalence relation ആണെങ്കിൽ R inverse എന്തിനായിരിക്കും? Equivalence relation ആയിരിക്കും. You just note these two properties. If R is symmetric if and only if R is equal to R inverse. R symmetric ആണെങ്കിൽ R ഉം R inverse എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അഥവാ R ഉം R inverse ഈക്വൽ ആണെങ്കിൽ R എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇനി R equivalence relation ആണെങ്കിൽ R inverse എന്തായിരിക്കും? Equivalence relation ആയിരിക്കും. Just note these two points. Now let us go to the second problem. A is equal to 1 2 3 4. R on A is 1 1 2 2 3 3 4 4 1 2 2 1 3 1 1 3. You are required to check whether R is reflexive, symmetric and transitive. See, R reflexive ആവണമെങ്കിൽ A is equal to 1 2 3 4. R reflexive ആവണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? 1 1 2 2 3 3 4 4. ഇവിടെ നമുക്ക് 1 1 2 2 3 3 4 4. Reflexive എന്ന് പറഞ്ഞാൽ every element should be related to itself. So 1 1 2 2 3 3 4 4. 1 1 2 2 3 3 4 4 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് R എന്താണ്? R is reflexive. R എന്താണ്? reflexive ആണ്. ഇനി സിമെട്രിക് എന്നാണെങ്കിൽ എന്താവണം? AB ഉള്ളപ്പോഴൊക്കെ A ഉണ്ടാവണം, BA ഉണ്ടാവണം. അപ്പൊ AB ഉള്ളപ്പോൾ എന്നാൽ A യും B യും ഈക്വൽ ആവുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 2 ഉണ്ട്, അതിന് നേരെ തിരിച്ച് 2 1 ഉണ്ട്, 3 1 ഉണ്ട്, അപ്പൊ 1 3 ഉണ്ട്. Therefore R is symmetric. R എന്താണ്? സിമെട്രിക് ആണ്. അപ്പൊ R റിഫ്ലെക്സീവ് ആണ്, R എന്താണ്? സിമെട്രിക് ആണ്. ഇനി സിമെട്രിക് ആവാൻ കാരണം എന്താണ്? എ ബിയും ഉള്ളപ്പോഴൊക്കെ ബി ഉണ്ട്. ഏതൊക്കെ എ ബി ഉണ്ടോ അതിലൊക്കെ ബി എ വേണം. എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിഫറെന്റ് ആവണം. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എ ബിയും ഈക്വൽ ആവുന്ന കേസിൽ. അപ്പൊ ഇവിടെ എ ബി ഉണ്ട്, ബി എയും ഉണ്ട്. 1 2 ഉണ്ട്, 2 1 ഉണ്ടെങ്കിൽ 3 1 ഉണ്ട്, അതിന്റെ നേരെ തിരിച്ചുള്ളത് 1 3 ഉണ്ട്. അപ്പൊ അത് സിമെട്രിക് ആണ്. Therefore this relation R is reflexive and also R is symmetric. Now check the transitivity. Transitivity എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാവണം. നമുക്ക് 1 2 ഉണ്ട്, 2 1 ഉണ്ട്. 1 2 പിന്നെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. 1 2 പിന്നെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 2 2 അല്ലാതെ ഈക്വൽ ആവുന്നത് മൈൻഡ് ചെയ്യണ്ട. 1 2 പിന്നെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 2 2 അല്ലാതെ വേറെ ആണോ നോക്കാം. 1 2 2 1 ഉണ്ട്. അപ്പൊ ഇതുണ്ടാവണം 1 1 ഉണ്ടാവണം. 1 1 ഇവിടെ ഉണ്ട്. നമുക്ക് 3 1 പിന്നെ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. 1 1 അല്ലാതെ എക്സും ഈക്വൽ ഉള്ളത് കൺസിഡർ ചെയ്യേണ്ടതാണ് പറഞ്ഞു. അപ്പൊ 3 1 ഉണ്ട്, പിന്നെ 1 സ്റ്റാർട്ട് ചെയ്തതാണ് 1 3. അപ്പൊ 3 1 ഉം 1 3 ഉണ്ടെങ്കിൽ ഇതുണ്ടാവണം 3 3 ഉണ്ടാവണം.
ഉണ്ടാവണം. ഇപ്പൊ 3 ഉണ്ട്. ഇനി വേറെ നോക്കാം. ഇവിടെ 3 1 ഉണ്ട്. പിന്നെ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് വരാനോ നോക്കാം. 1 1 അല്ലാതെ ഇവിടെ 3 1 ഉണ്ട്, 1 2 ഉണ്ട്. 3 1 and 1 2 belongs to R. ഇവിടെ നോക്കാം 3 1 ഉണ്ട്, പിന്നെ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നോക്കാം. 3 1 ഉണ്ട്, 1 2 ഉണ്ട്. നമുക്ക് 3 1 ഉം 1 2 ഉണ്ടെങ്കിൽ 3 is related to 1, പിന്നെ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് 1 is related to 2. അപ്പൊ ഏത് വേണം? 3 2 വേണം. പക്ഷെ 3 2 ഇതിലില്ല, ആറിൽ ഇല്ല. എവിടെയെങ്കിലും 3 2 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ടോ? ഇല്ല. Therefore 3 1 ഉം 1 2 ഉണ്ട്, പക്ഷെ ഇല്ല, 3 2 ഇല്ല. Therefore R is not transitive. R എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഒരു റിലേഷൻ സിമ്മട്രിക്കോ റിഫ്ലെക്സീവോ ട്രാൻസിറ്റീവോ അല്ലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒറ്റ എക്സാമ്പിൾ മതി. റിലേഷൻ സിമ്മട്രിക് അല്ല, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ എക്സാമ്പിൾ മതി. പക്ഷെ ഒരു റിലേഷൻ സിമ്മട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അല്ലാതെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് അല്ലാതെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മതി? ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചാൽ മതി. അല്ലാത്ത ഇവിടെ നമ്മൾ ഒറ്റ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ട്രാൻസിറ്റീവ് അല്ല. പക്ഷെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഓർഡേർഡ് പെയർ എ ബിയും ബി സിയും എടുത്തിട്ട് എ സി ആറിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ലെറ്റ് us go to the third problem. മൂന്നാമത്തെ പ്രോബ്ലം. Consider the relation R in the set of natural numbers defined as R is equal to set ordered pair AB such that AB is a factor of 6. A into B is a factor of 6. Determine whether R is reflexive, symmetric and transitive. ഇവിടെ R is equal to set ordered pair AB such that A into B is a factor of 6. ഇവിടെ എന്താ റിലേഷന്റെ കണ്ടീഷൻ? AB എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ൽ ഉണ്ടാവണമെങ്കിൽ A into B ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? 6ന്റെ ഫാക്ടേഴ്സ് കിട്ടണം. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 2 3 6. അപ്പൊ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6ന്റെ ഫാക്ടർ ആണെങ്കിൽ AB എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ൽ ഉണ്ടാവും. അപ്പൊ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. സോ എന്താ എങ്ങനെ റിഫ്ലെക്സീവ് ആണെന്ന് നോക്കുക. A belongs to R. So this is a relation in the set of natural numbers. This is a relation in the set of natural numbers. Natural numbers are എന്താ? 1 2 3 4 etc. അല്ലേ natural numbers. ഈ natural numbers ഉള്ളൊരു റിലേഷൻ ആണ്. ആ റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? എവറി എലിമെന്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 4 4 ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. 1 1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഉണ്ടോ? 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ടാവണമെങ്കിൽ R is equal to 1 1 belongs to R എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 1 is a factor of 6 ആണ്. 1 into 1 1 is a factor of 6 എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അപ്പൊ 1 1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ അതിൽ ഉണ്ടാവും. അപ്പൊ 2 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമുക്ക് 2 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നോക്കാം. 2 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ൽ ഉണ്ടാവണമെങ്കിൽ 2 into 2 is a factor of 6. 2 into 2 എന്ന് പറഞ്ഞാൽ എന്താ? 4. 4 is a factor of 6 എന്ന് പറഞ്ഞാൽ ശരിയാണോ? 6ന്റെ ഫാക്ടർ ആണോ 4? അല്ല. അപ്പൊ നമുക്ക് പറയാം എന്ത്? 2 2 does not belongs to R. Therefore R is not reflexive. അപ്പൊ R എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരൊറ്റ എക്സാമ്പിൾ പ്രൂവ് ചെയ്താൽ മതി. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ മതി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത. അപ്പോ ഇത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഇതിൽ 1 1 2 2 3 3 4 4 ഒക്കെ ഉണ്ടാവണം. അല്ല നമുക്ക് 1 1 ഉണ്ടെന്ന് മനസ്സിലായി. കാരണം 1 1 R ലുണ്ട്. കാരണം എന്താണ്? 1 into 1 അത് 6ന്റെ ഫാക്ടർ ആണ്. 1 into 1 1 6ന്റെ ഫാക്ടർ അല്ലേ? അപ്പൊ 1 1 ഇതിലുണ്ടാവും. പക്ഷെ ഏതുണ്ടാവില്ല? 2 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഉണ്ടാവില്ല. 2 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ൽ ഉണ്ടാവണമെങ്കിൽ 2 into 2 അത് is a factor of 6 ആവണം. 2 into 2 4 4 is a factor of 6 എന്ന് പറഞ്ഞാൽ ശരിയല്ല. So 2 2 does not belongs to R. Therefore R is not reflexive. നമുക്ക് ഇനി
സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. നമുക്ക് എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ബി ഈസ് എ ഫാക്ടർ ഓഫ് 6. എ ഇൻറ്റു ബി ഈസ് എ ഫാക്ടർ ഓഫ് 6. എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? എ ഇൻറ്റു ബി 6ന്റെ ഫാക്ടർ ആവണം. നമുക്കറിയാം എ ഇൻറ്റു ബി എന്താണ്? ബി ഇൻറ്റു എ അല്ലേ? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അപ്പൊ ബി എ ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്നൂടെ. ബി എ ഈസ് എ ഫാക്ടർ ഓഫ് 6. ബി എ ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയുന്നത് അർത്ഥം എന്താ? See, if AB is a factor of 6, ordered pair AB belongs to R. Therefore, if B into A is a factor of 6, we can say that ordered pair BA belongs to R. That means ordered pair BA belongs to R. That is, AB belongs to R implies BA belongs to R. Therefore, R is symmetric. Therefore, R is not reflexive, but R is symmetric. അപ്പൊ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോരാ. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ പ്രൂവ് ചെയ്യണം? എ ബി ബിലോങ്സ് ടു ആർ എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. അല്ലാതെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. അതല്ലാത്ത അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ആർ എന്താണ്? സിമെട്രിക്. എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എ ഇൻറ്റു ബി ഈസ് എ ഫാക്ടർ ഓഫ് 6. എ ബി ആറിൽ ഉണ്ടാവണമെങ്കിൽ എ ഇൻറ്റു ബി 6ന്റെ ഫാക്ടർ ആവണം. നമുക്കറിയാം എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എ ആണ്. സോ ബി എ ഈസ് എ ഫാക്ടർ ഓഫ് 6. ബി എ ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഓർഡേഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ ആണ്. കാരണം എ ബി ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഓർഡേഡ് പെയർ എ ബി belongs to R. അപ്പോ BA is a factor of 6 എന്നാൽ ordered pair BA belongs to R. So AB belongs to R implies BA belongs to R. Therefore R is symmetric. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. Okay, we can say that 3, 2 belongs to R. See, ordered pair 3, 2 belongs to R because 3 into 2, 6 is a factor of 6. Okay, 3, 2 belongs to R because 3 into 2 is a factor of 6. It's a factor of 6. അപ്പോൾ 3, 2 എന്ന് പറഞ്ഞ ordered pair ആണുണ്ട്. ഇത് സിമെട്രിക് അല്ലേ? അപ്പോൾ 2, 3 എന്ന് പറഞ്ഞ ordered pair ഇല്ലേ? 2, 3 എന്ന് പറഞ്ഞ ordered pair മാറിലുണ്ട്. കാരണം 2 into 3 is a factor of 6. അപ്പൊ 2 into 3 6 ആണ്. അപ്പൊ 3, 2 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ മാറിലുണ്ടാവും. 2, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ മാറിലുണ്ടാവും. കാരണം 3 into 2 6 is a factor of 6 എന്നാൽ ശരിയാണ്. 2, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടാവും. കാരണം 2 into 3 is a factor of 6 എന്നാൽ ശരിയാണ്. നമുക്ക് 3, 2 2, 3 ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം? ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് 3, 2 2, 3 ഇത് രണ്ടും ഉണ്ടാവും. സോ 3 is related to 2. പിന്നെ 2 ചേർക്കുന്നത് ഏതാണ്? 2 is related to 3. അപ്പൊ ഏതുണ്ടാവണം? 3, 3 ഉണ്ടാവണം. പക്ഷെ 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവും. 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ 3 into 3 is a factor of 6 ആയിരിക്കണം. എന്താ 3 into 3? 9. 9 is a factor of 6 എന്നാൽ ശരിയാണോ? അല്ല. അപ്പോ 3, 2 belongs to R. 2, 3 belongs to R. But 3, 3 does not belongs to R. Therefore, R is not transitive. R endalla transitive alla. Therefore, R is not reflexive, but R is symmetric. And again, R is not transitive. അപ്പോൾ transitive അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ 3, 2 2, 3 ഉണ്ട്. പക്ഷേ ഇതിൽ ഏതില്ല? 3, 3 ഇല്ല. ഒക്കെ 3, 2 ഉണ്ട്, 2, 3 ഉണ്ട്. 3, 2 2, 3 ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം? 3 is related to 2, 2 is related to 3. അപ്പൊ ഏതുണ്ടാവണം? 3, 3 ഉണ്ടാവണം. പക്ഷെ 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിലില്ലാത്ത? 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ 3 into 3 is a factor of 6 ആവണം. 3 into 3 എന്താണ്? 9 ആണ്. 9 is a factor of 6 എന്നാൽ ശരിയല്ല. So 3, 3 does not belong to R.
അപ്പോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? R is not reflexive but R is symmetric and again R is not transitive. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. R in the set of integers, a relation in the set of integers is R is equal to set ordered pair AB such that A minus B is a multiple of 4. Prove that R is an equivalence relation. So this relation is defined in the set of integers. ഈ റിലേഷൻ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്? സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്താ സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇന്റീജേഴ്സ്, 0 and positive integers, etc. So set of integers is an infinite set consisting of positive integers, negative integers and the element 0 which is neither positive nor negative. അപ്പൊ ഇതിനാണ് നമ്മൾ സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റ് ഓഫ് ഇന്റീജേഴ്സിന് ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് R is equal to set ordered pair AB such that A minus B is a multiple of 4. അപ്പൊ AB എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എയിൽ നിന്ന് B മൈനസ് ചെയ്താൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെ, 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? 4ന്റെ ഗുണിതം എന്ന് പറയാറില്ലേ? അല്ലെ, 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 4 into 1 4, 4 into 2 8, 4 into 3 12. ഇതൊക്കെ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ സെറ്റ് റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കാം, ഇക്വലൻസ് റിലേഷൻ ആണോ നോക്കാം. നമുക്ക് ഇത് നമ്മളൊരു R ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, പ്രൂവ് ചെയ്യാൻ ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എക്സാമ്പിൾ എടുത്താൽ പോരാ. പക്ഷെ റിലേഷൻ റിഫ്ലക്സീവോ സിമെട്രിക്കോ ട്രാൻസിറ്റീവോ അല്ലാതെ പ്രൂവ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അത് സാറ്റിസ്ഫൈ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി, അല്ലാതെ പ്രൂവ് ചെയ്യും. പക്ഷെ റിലേഷൻ ഇക്വലൻസോ സിമെട്രിക്കോ റിലേഷൻ റിഫ്ലക്സീവോ സിമെട്രിക്കോ ട്രാൻസിറ്റീവോ ഒക്കെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പോരാ. അത് നമുക്ക് ജനറൽ ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ എങ്ങനെ റിഫ്ലക്സീവ് എന്ന് പ്രൂവ് ചെയ്യാം? റിഫ്ലക്സീവ് ആണെന്നെങ്കിൽ എന്തുണ്ടാവണം? A ആറിൽ ഉണ്ടാവണം. അപ്പൊ A എന്ന് പറഞ്ഞ ഓർഡർ പേര് ആറിൽ ഉണ്ടാവും. നമുക്ക് A എന്ന് പറഞ്ഞ ഓർഡർ പേര് ഉണ്ടാവണമെങ്കിൽ ബിക്ക് വരെ കൊടുക്കാം. അപ്പൊ നമുക്ക് A മൈനസ് A എന്താ? 0. 0 is a multiple of 4 പറഞ്ഞാൽ ശരിയില്ലേ? 0 ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 4 into 0 ആണെന്ന് 0. So 0 is a multiple of 4. 0 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ A minus A is a multiple of 4 എന്ന് പറയാം. So A minus A is a multiple of 4. A minus A, what is A minus A? Equal to 0. A minus A is equal to 0 is a multiple of 4. അപ്പൊ A minus A 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിക്ക് പകരം A ആണ്. A minus A. അപ്പൊ ഓർഡേർഡ് പെയർ A belongs to R എന്ന് പറയാം. That is ordered pair A belongs to R. അപ്പോൾ A എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ഉണ്ടെങ്കിൽ R എന്താണ്? റിഫ്ലക്സീവ് ആണ്. Therefore R is reflexive. അപ്പൊ R റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യും. പറഞ്ഞു റിഫ്ലക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾ പോലെ നമ്മൾ ജനറൽ ആയിട്ട് ഓർഡേർഡ് പെയർ A B C എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം സിമെട്രിക് നോക്കാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ A B belongs to R എന്ന് അസ്യൂം ചെയ്യാം. അതിന് എന്ത് പ്രൂവ് ചെയ്യാം? B A belongs to R എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് A B belongs to R. ഓർഡേർഡ് പെയർ A B belongs to R implies എന്താണ്? ഓർഡേർഡ് പെയർ A B R ൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? A minus B is a multiple of 4 എങ്കിൽ A minus B is a multiple of 4. നോക്ക്, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A B belongs to R implies B A belongs to R എന്ന് പ്രൂവ് ചെയ്യണം. B A എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ R ൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? എന്ത് കിട്ടുമ്പോൾ നമുക്ക് B minus A is a multiple of 4 കിട്ടണം. ഇപ്പൊ നമുക്ക് A minus B 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് നെഗറ്റീവും എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, A minus B 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ അതിന്റെ നെഗറ്റീവ് എടുക്കാം, മൈനസ് ഓഫ് A minus B, അതും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് 8 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 4 into 2 ആണ് 8. അപ്പൊ 8 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൈനസ് 8 എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മൈനസ് 16 4ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 4 into മൈനസ് 4 ആണ് മൈനസ് 16. മൈനസ് 16 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് പ്ലസ് 16 എന്തായിരിക്കും? 4ന്റെ
അപ്പൊ എ മൈനസ് ബി ഫോറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും? ഫോറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്താ മൈനസ് ഓഫ് എ മൈനസ് ബി? മൈനസ് മൈനസ് ബി, അപ്പൊ പ്ലസ് ബി. പോസിറ്റീവ് ഉള്ളതില്ല. ഈ മൈനസ് എക്ക് കൊടുക്കും ബി മൈനസ് എ. ബി മൈനസ് എ is a multiple of 4. What is meant by b minus a is a multiple of 4? A minus b is a multiple of 4 means ordered pair AB belongs to R. അപ്പൊ b minus a is a multiple of 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? Ordered pair BA belongs to R എന്ന് പറയാം. That means ordered pair BA belongs to R. That means AB belongs to R implies BA belongs to R. AB R ഉണ്ടെങ്കിൽ ഏതുണ്ടാവുന്ന പ്രൂവ് ചെയ്തു? BA ഉണ്ടാവുന്ന പ്രൂവ് ചെയ്തു. Therefore R is symmetric. R എന്താണ്? സിമെട്രിക് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് പറയണം. ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ എടുക്കണം. എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ സി ആറിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആ രണ്ട് കണ്ടീഷൻ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാം. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ordered pair AB belongs to R and ordered pair BC belongs to R. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ordered pair AC R ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. കാരണം ഇത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ അത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അപ്പൊ നമുക്ക് AB belongs to R, ordered pair AB belongs to R implies A minus B is a multiple of 4. So AB belongs to R implies A minus B is a multiple of 4. Ordered pair BC belongs to R means what? Ordered pair BC belongs to R ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ മൈനസ് രണ്ടാമത്തെ A minus B. Ordered pair BC belongs to R എന്നാൽ B minus C. B minus C is a multiple of 4. B minus C is a multiple of 4. That means what? Look, A minus B 4 ന്റെ മൾട്ടിപ്പിൾ, B minus A 4 ന്റെ മൾട്ടിപ്പിൾ ആണ്. A minus B 4 ന്റെ ഗുണിതം, B minus C 4 ന്റെ ഗുണിതം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാലും അത് 4 ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ? 4 ന്റെ ഗുണിതങ്ങളായിരിക്കില്ലേ? 4 ന്റെ ഗുണിതങ്ങളാണ് രണ്ടും. അപ്പൊ രണ്ടും കൂട്ടിയാലും വീണ്ടും നമുക്ക് എന്തിന്റെ കിട്ടുക? 4 ന്റെ ഗുണിതം തന്നെ കിട്ടുക. 4 ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുക. അപ്പൊ A minus B 4 ന്റെ മൾട്ടിപ്പിൾ, B minus C 4 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A minus B plus B minus C is a multiple of 4 എന്ന് പറയാം. So what is cancelling minus B and plus B? You will get A minus C is a multiple of 4. A minus C is a multiple of 4. A minus C is a multiple of 4 എന്ന് പറയാം. A minus B is a multiple of 4 എന്ന് പറഞ്ഞാൽ AB belongs to R. അപ്പൊ A minus C is a multiple of 4 എന്ന് പറഞ്ഞാൽ ordered pair AC belongs to R എന്ന് പറയാം. Ordered pair AC belongs to R. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവുന്ന പ്രൂവ് ചെയ്തു? എ സിയും ഉണ്ടാവുന്ന പ്രൂവ് ചെയ്തു. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സിയും ഉണ്ടാവുന്ന പറഞ്ഞാൽ അടുത്തതാ therefore R is transitive relation. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? R is reflexive, symmetric and transitive. Therefore R is an equivalence relation. അപ്പൊ ഈ പ്രോബ്ലം കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം, let R be a relation in the set A of ordered pairs of positive integers defined by xy. Ordered pair xy related to ordered pair uv implies xv equal to yu. Prove that R is an equivalence relation. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഒരു എലിമെന്റും വേറൊരു എലിമെന്റും തമ്മിലാണ് റിലേഷൻ. ഇവിടെ ഒരു ഓർഡേർഡ് പെയറും വേറൊരു ഓർഡേർഡ് പെയറും തമ്മിലാണ് റിലേഷൻ. ഇപ്പൊ നമുക്ക് XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ UV എന്ന് പറയുന്ന ഓർഡേർഡ് പെയറുമായിട്ട് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡേർഡ് പെയറും വേറൊരു ഓർഡേർഡ് പെയറും തമ്മിലാണ് റിലേഷൻ. നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞത് X is related to Y, A is related to B. ഒരു എലിമെന്റ് വേറൊരു എലിമെന്റുമായിട്ടുള്ള റിലേഷൻ ആണ്. So here the relation is between two ordered pairs. So if XY is related to UV, that implies XV equal to YU. XV equal to Y. നമുക്ക് ഇവിടെ ആദ്യത്തേതും ഇവിടെ അവസാനത്തതും X into V. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടെ രണ്ടാമത്തതും ഇവിടെ Y യും U കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും X into V യും
y into u ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ യു വി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറുമായിട്ട് റിലേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും യു വി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും റിലേറ്റഡ് ആണെങ്കിൽ ആവണമെങ്കിൽ എക്സ് ഇൻറ്റു വി എന്താവണം, വൈ ഇൻറ്റു യു ആവണം. നമുക്ക് ഈ റൂൾ നോക്കാം. എക്സ് ഇൻറ്റു വി ഈക്വൽ ടു വൈ ഇൻറ്റു യു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ഇൻറ്റു വി ഈക്വൽ ടു വൈ ഇൻറ്റു യു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് റിലേറ്റഡ് ടു ഓർഡേർഡ് പെയർ യു വി എന്ന് പറയാം. ഇനി നമ്മൾ എങ്ങനെ റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം? റിഫ്ലക്സീവ് മീൻസ് എവറി എലിമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഈ കേസിൽ റിഫ്ലക്സീവ് ആണെന്ന അർത്ഥം എവറി ഓർഡേർഡ് പെയർ ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഓരോ ഓർഡേർഡ് പെയറും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. എക്സ് വൈ എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറിന് എക്സ് വൈയോട് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാം. അപ്പോ എക്സ് വൈ റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് പറഞ്ഞെങ്കിൽ എന്താവണം, എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. വൺ എലിമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്, അതാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഇവിടെ ഓർഡേർഡ് പെയർ തമ്മിലുള്ള റിലേഷൻ ആവണം, വൺ ഓർഡേർഡ് പെയർ ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഇവിടെ ഈ റൂൾ നോക്കാം. ഇവിടെ ആദ്യത്തേത്, ഇവിടെ അവസാനത്തേത്. എക്സ് ഇൻറ്റു വൈയും വൈ ഇൻറ്റു എക്സും സെയിം ആവണം. ഇത് പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ സെറ്റ് അല്ലേ, ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. ഇപ്പൊ ഇന്റീജേഴ്സിന്റെ കേസിൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ഇൻറ്റു എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ വൈ ഇൻറ്റു എക്സ് ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താ പറയാം, എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ആണെങ്കിൽ എക്സ് വൈ റിലേറ്റഡ് ടു എക്സ് വൈ പറയാം. നമുക്ക് എക്സ് ഇൻറ്റു വി എക്സ് വി ഈക്വൽ ടു വൈ ഇൻറ്റു യു ആണെങ്കിൽ എക്സ് വൈ റിലേറ്റഡ് ടു യു വി എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ആണ്. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ആണ്. എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് റിലേറ്റഡ് ടു എക്സ് വൈ. That implies ordered pair xy is related to itself. Therefore, every ordered pair is related to itself. Therefore, R is reflexive. R endana reflexive. Reflexive means every ordered pair xy is related to itself. Next, you will have to prove that symmetric. How will you prove that R is symmetric? xy related to uv implies uv related to xy. എങ്ങനെ നമ്മൾ സിമെട്രിക് ആണെന്ന് പോയി എക്സ് വൈ റിലേറ്റഡ് ടു യു വി എടുക്കാം, നേരെ തിരിച്ച് പ്രൂവ് ചെയ്യാം. യു വി റിലേറ്റഡ് ടു എക്സ് വൈ പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കാം, എക്സ് വൈ റിലേറ്റഡ് ടു യു വി, ഓർഡേർഡ് പെയർ എക്സ് വൈ റിലേറ്റഡ് ടു യു വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇത് നമ്മൾ അസ്യൂം ചെയ്യാം. ഓർഡേർഡ് പെയർ എക്സ് വൈ റിലേറ്റഡ് ടു യു വി നമ്മൾ എടുക്കുക. ഇത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, യു വി റിലേറ്റഡ് ടു എക്സ് വൈ പ്രൂവ് ചെയ്യണം. എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. അതാണ് സിമെട്രിക് റിലേഷൻ. നമുക്ക് എക്സ് വൈ റിലേറ്റഡ് ടു യു വി ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, എക്സ് വി ഈക്വൽ ടു വൈ. എക്സ് വി ഈക്വൽ ടു വൈ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, യു വി റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. യു വി റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, യു വി റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ നോക്കാം, ഇതേ റൂൾ, യു ഇൻറ്റു വൈ ഈക്വൽ ടു വി ഇൻറ്റു എക്സ് ആണ്. യു വൈ ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, യു വി റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് പറയാം. ഇതിന് യു വൈ ഈക്വൽ ടു വി എക്സ് കൂടെ, വൈ യു എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, യു വൈക്ക് ഈക്വൽ ആണ്. എക്സ് വി എന്തിന് ഈക്വൽ ആണ്, വി എക്സ് ഈക്വൽ ആണ്. അതിനെങ്ങനെ എഴുതാം, എക്സ് വി ഈക്വൽ ടു വൈ യുടെ നമുക്ക് എങ്ങനെ എഴുതാം, യു വൈ ഈക്വൽ ടു വി എക്സ് എഴുതാം. എന്തുകൊണ്ടാണ് നമ്മൾ യു വൈ ഈക്വൽ ടു വി എക്സ് എഴുതിയത്, കാരണം നമുക്ക് യു വി റിലേറ്റഡ് ടു എക്സ് വൈ എന്ന് എഴുതണമെങ്കിൽ എന്താവണം, യു ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എക്സ് ആവണം. ഇതേ റൂൾ, ഈ റൂളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യു വൈ ഈക്വൽ ടു വി എക്സ്, യു വൈ ഈക്വൽ ടു വി എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, യു വി റിലേറ്റഡ് ടു എക്സ് വൈ പറയാം. ദാറ്റ് ഇംപ്ലൈസ് യു വി റിലേറ്റഡ് ടു എക്സ് വൈ. ദാറ്റ് മീൻസ് ഓർഡേർഡ് പെയർ യു വി related to ordered pair xy. So xy related to uv implies uv related to xy. Ordered pair xy related to ordered pair uv implies ordered pair uv related to ordered pair xy. So a related to b implies b related to a. Therefore R is symmetric. R എന്താണ്, സിമെട്രിക് ആണ്. അപ്പൊ R റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, A related to B and B related to
to C implies A related to C. Okay, XY related to UV. Transitivity പോവുകയാണെങ്കിൽ 3 ordered pair വേണം. XY is related to UV. XY is related to UV. ഇനി നമ്മൾ അസ്യൂം ചെയ്യാം UV എന്ന് പറഞ്ഞ ordered pair വേറൊരു ordered pair AB എടുക്കാം. XY is related to UV and the ordered pair UV is related to some other third ordered pair AB. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? XY is related to AB എന്ന് പ്രൂവ് ചെയ്യണം. A related to B and B related to C implies A related to C. അപ്പൊ XY related to UV and UV related to AB should imply XY related to AB. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും എന്തായിരിക്കും നമുക്ക് XY related to UV. XY related to UV എന്ന് പറഞ്ഞാൽ എന്താണ്? XV equal to YU. ഇനി UV related to AB. UV related to AB ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? U into B equal to ഇവിടെ ആ റൂൾ U into B equal to B into A. U into B, UV is equal to VA. ഇത് നമ്മൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? XY related to UV and UV related to AB ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? XY related to AB എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് XY related to AB എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? XB equal to YA എന്ന് പ്രൂവ് ചെയ്യണം. XB equal to YA. XB equal to YA എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? XY related to AB എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് XB equal to YA. നമുക്ക് ഇവിടെ X ഉം Y ഉം A യും B യും മാത്രമേ ഉള്ളൂ. അപ്പൊ U ഉം B യും നമുക്ക് ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ ചെയ്യാം? നമുക്ക് XV equal to YU. ഇവിടെ നമുക്ക് എന്ത് കാണാം? U by V. ഇവിടെ നമുക്ക് X by Y എന്തായിരിക്കും? ഇവിടുന്ന് X by Y എന്തായിരിക്കും? U by V ആയിരിക്കും. നമുക്ക് XV equal to YU ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ X into V equal to Y into U. XV equal to YU ആണെങ്കിൽ X by Y എന്തായിരിക്കും? U by V. നമുക്ക് U ഉം B യും വേണ്ട, നമുക്ക് X ഉം Y ഉം A യും B യും മതി. XY related to AB എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്ത് കാണാം? X by Y equal to U by V. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? UB equal to VA ആണെങ്കിൽ U by V. ഇവിടെ നമുക്ക് U by V ന്റെ വാല്യൂ, ഇവിടെ നമുക്ക് U by V ന്റെ വാല്യൂ കാണാം. U by V എന്തായിരിക്കണം? U by V is equal to A by B. Okay, U into B is equal to V into A. Okay, X by Y is equal to U by V and U by V is equal to A by B. എന്ന് പറഞ്ഞാൽ അർത്ഥം X by Y equal to A by B എന്നല്ലേ? That means X by Y equal to A by B. X by Y is equal to A by B. That means what? Cross multiplying X into B equal to Y into A. XB equal to YA. Okay, XB equal to YA എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം? Ordered pair XY related to ordered pair AB എന്ന് എഴുതാം. That implies ordered pair XY related to ordered pair AB. So XY related to UV and UV related to AB implies XY related to AB. That means A related to B and B related to C implies A related to C. Therefore R is transitive. R എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഈ റിലേഷൻ നമ്മൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തു? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Since this is reflexive, symmetric and transitive, it is an equivalence relation. അപ്പോ ഇന്നത്തെ നമ്മള് ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുക. Till then, goodbye.